അപ്പോൾ ഏത് സമയത്തും നമ്മൾ വീക്കാണെങ്കിൽ, നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ വേൾഡിലെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയകൾ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാർ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഫ്രീ ആകാറില്ല. അവർ ഫിയറും ഫെയ്ത്തും ഇന്റർട്വെയിൻ ചെയ്താണ് ജീവിക്കുന്നത് മോസ്റ്റ് ആൾക്കാർ. പഴഞ്ചൊല്ല് പതിരുണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് കളക്റ്റീവ്ലി ബിസിനസ്സിൽ, ട്രേഡിൽ, മറ്റു കാര്യങ്ങളിൽ, കരിയർ ആക്ടിവിറ്റീസിലെല്ലാം കോൺഫ്ലിക്റ്റഡ് ആയിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പഴഞ്ചൊല്ല്, നമ്മുടെ പഴഞ്ചൊല്ല് ഉണ്ടാക്കിയ ആൾക്കാരും അവർ പതിര് വെച്ചാണ് പഴഞ്ചൊല്ല് ഉണ്ടാക്കിയത്. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ തന്നെ കമ്പനികളിൽ അപ് ടു 25 crore വാല്യുവേഷൻ ഉണ്ടാക്കാനായിട്ടും എൻ്റെ ക്ലയൻസിൻ്റെ കമ്പനികളിൽ ആയിരക്കണക്കിന് രൂപ, കോടി രൂപ വരെയുള്ള വാല്യുവേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സൈക്കോളജി, ന്യൂറോളജി അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജീസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബിസിനസ് ആക്സലറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അസെൻഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹീ ഹു ഹെസിറ്റേറ്റ് ഈസ് ലോസ്റ്റ്. ഹീ ഹു ഹെസിറ്റേറ്റ് ഈസ് ലോസ്റ്റ്. മലയാളത്തിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ കലപ്പയിൽ കൈവച്ചിട്ട് കാള പൂട്ടാനായിട്ടായിരിക്കും, പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു ജയിക്കില്ല. അപ്പൊ ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങണം, നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നാണ് ഈ പ്രോവർബ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇതിന് നേരെ വേറൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരാൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, വേറൊരു ഇതുപോലെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള വേറൊരാൾ പറഞ്ഞേക്കുന്നതാണ്, ലുക്ക് ബിഫോർ യു ലീപ്പ്. കുതിച്ച് ചാടുന്നതിന് മുമ്പേ നിങ്ങൾ പുറകോട്ട് നോക്കണം. അപ്പൊ ചങ്ങാതി ഏതാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? കലപ്പെ കൈവച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന്. ക്ലിയർ ആണോ? അപ്പൊ അതിനകത്ത് ചലഞ്ച് മനസ്സിലായോ? അതായത് എന്താ വെച്ചാൽ, നിങ്ങൾ ട്രഡീഷണലി മനസ്സിലാക്കി എടുത്തേക്കുന്ന പ്രോവർബുകൾ, നിങ്ങൾ ട്രഡീഷണലി ട്രൂ ആണെന്ന് ബിലീവ് ചെയ്തേക്കുന്ന വിശ്വാസ സംഹിതകൾ, ബിലീഫ് സിസ്റ്റംസ് പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആണ്. പക്ഷെ ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് നമ്മൾ അറിയുന്ന പോലുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ലീപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ സംബന്ധിച്ചോളം ലുക്ക് ചെയ്യുവാണ്. ലുക്ക് ചെയ്തപ്പോൾ നമുക്ക് തോന്നുവാണ്, ഓ ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യുവാണോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണ്. ഈ കോൺഫ്ലിക്റ്റ് കാരണമാണ് ഹ്യൂമൻ ബീയിങ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാത്തത്. ഒന്നാമത് തന്നെ നമ്മൾ ആസ് എ സ്പീഷീസ് ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ പോകുവാണ്, നിങ്ങൾക്ക് ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ സെക്കൻഡിൽ നിങ്ങളുടെ ഈ ആരോ മനസ്സിലായാലും മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ആ സെക്കൻഡ് തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പുറകോട്ട് വലിച്ചു തുടങ്ങുവാണ്. എന്തുകൊണ്ടാണ് പുറകോട്ട് വലിക്കുന്നത്? ഈ കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഹ്യൂമൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുവാണ്, ഇന്ന് മുതൽ ഞാൻ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് ബിസിനസ് ഗ്രോ ചെയ്തു തുടങ്ങാം. ഇത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, 100 കോടി മുകളിലുള്ള ആൾക്കാർ ഈ കോൺഫ്ലിക്റ്റോട് കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഓരോ സീറോയിൽ എത്തുന്ന സമയത്തും എന്തോ മാജിക്കൽ ആയിട്ടുള്ള കാര്യം ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10 വയസ്സായിരുന്നത് ഒരു പ്രധാനപ്പെട്ട ഏജ് ആണ് അല്ലെ? 20 വയസ്സാകുന്ന ഒരു പ്രധാനപ്പെട്ട ഏജ് ആണ്. 30 വയസ്സാകുന്ന ഒരു പ്രധാനപ്പെട്ട ഏജ് ആണ്. 50 വയസ്സാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുവാണ്, 50 വയസ്സായി എനിക്ക്. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള 1 കോടിയിലെത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണ്, 10 കോടിയിലെത്തുന്ന പ്രധാനപ്പെട്ട ഫേസ് ആണ്, 100 കോടിയിലെത്തുന്ന പ്രധാനപ്പെട്ട ഫേസ് ആണ്, 1000 കോടിയിലെത്തുന്ന പ്രധാനപ്പെട്ട ഫേസ്. ഈ ഓരോ ഫേസിലും നമ്മൾ ഒരു ഡെപ്ത് വാല്യൂയിലൂടെ കടന്നു പോവാണ്. ഈ ഫേസിൽ എത്തുമ്പോഴത്തേന് 100 കോടിയിലെ മുകളിൽ എത്തുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരെ എനിക്കറിയാം. അപ്പൊ ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് മാർജിൻ ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയും എനിക്ക് 100 കോടി ഇല്ല, ഞാനിപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് വറീഡല്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ലെവലില് ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള കൾച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുമില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ മാർസ് അല്ല, ചന്ദ്രനല്ല. നിങ്ങളെ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ, ഓഫ് കോഴ്സ് മാർസും ചന്ദ്രനും എല്ലാം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും, അല്ലെ മുന്നോട്ട് വലിക്കുന്നൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല. അതെല്ലാം ട്രൂ ആയിരിക്കാം, മോസ്റ്റ് ലൈക്ലി ട്രൂ ആണ്. പക്ഷെ അതിനേക്കാളും വലിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നിങ്ങളാണ്. നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം യു കനോട്ട് ഫൈറ്റ് എൻ എനിമി യു കനോട്ട് സീ.
നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു ശത്രുവിനെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്റ്റെൽത്ത് എനിമി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോകത്തെ ടെററിസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെററിസത്തിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ചലഞ്ചാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചോളം പണ്ട് ബിൻ ലാദൻ പറഞ്ഞേക്കുന്ന ഒരു കോട്ടുണ്ട്. ബിൻ ലാദൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അമേരിക്കനെ 9/11 അല്ല ഞാൻ ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അമേരിക്കയിൽ പേടിയുണ്ടാക്കി ആ പേടിയിലൂടെ അമേരിക്ക ആ പേടി കാരണം ഓവർ സ്പെൻഡ് ചെയ്ത് നശിപ്പിക്കുമെന്നാണ് ബിൻ ലാദൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആള് നല്ല ആളാണ്, നല്ല ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ വളരെ നെഗറ്റീവായിട്ടൊരു ഫിഗറാണ്. പക്ഷെ ആളുടെ ഇന്റലിജൻസ് ഒബ്സർവ് ചെയ്ത് നോക്കുക. ആള് ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അമേരിക്കനെ നശിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് കണ്ടു. ആ ട്രാപ്പിലേക്ക്, ഞാനൊരു അമേരിക്കക്കാരനാണെന്ന്, അപ്പൊ ആ ട്രാപ്പിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അമേരിക്കക്കാരെ കൊണ്ടുപോയി ചാടിക്കുകയാണ് ചെയ്തത്. എന്താണ്? സ്പെൻഡ് ചെയ്യുന്നതിലേക്ക്. ഇപ്പൊ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരു വാറിന് പോയി അമേരിക്ക പോയി സ്പെൻഡ് ചെയ്യുവാണ്. ഇറാഖ് വാറിന് പോയിട്ട്, അല്ല അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട്, ഇപ്പം യുക്രൈനിൽ പോയിട്ട്, അല്ലെ വേറൊരു സ്ഥലത്ത് പോയിട്ട്. ഈ ഫിയർ, ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞേക്കുന്ന ഒരു എൻറ്റയർ ആയിട്ടുള്ള ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അവിടെ പോയി നമ്മൾ തുണി ഊരണം, ബെൽറ്റ് ഊരണം, ഷഡ്ഡി ഊരണം, ഷഡ്ഡി ഇടണം, ഷൂസ് ഇടണം, ഇതാകണം, ബെൽറ്റ് അതായി വാച്ച്, ഈ സാധനം എല്ലാം മാറ്റി നമ്മൾ പോയി സെക്യൂരിറ്റിയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം വന്നപ്പോൾ ആ സിസ്റ്റം സിഗ്നിഫിക്കൻ്റ്ലി കോംപ്ലിക്കേറ്റ് ചെയ്തു. ലോകത്തിലുള്ള എല്ലാ എക്കോണമികൾക്കും ഒരു വലിയൊരു കോസ്റ്റായി മാറി. വാറ് ഒരു വലിയൊരു കോസ്റ്റായി മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതും എൻ്റെ ബിസിനസ് തമ്മിൽ എന്താ ബന്ധം? ഇതും ബിസിനസ് തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ വാറുകളും ഈ കോസ്റ്റുകളും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഫിയർ കാരണം. ഫിയർ നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ്. ഏത് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ചോയ്സ് എന്ന് വെച്ചാൽ 2 എഫുകൾ തമ്മിലുള്ള ചോയ്സ് ഉണ്ട്. ഒരു എഫ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആണ്, ഒരു എഫ് എന്ന് പറഞ്ഞാൽ ഫിയർ ആണ്. അപ്പൊ ഫിയറും ഫെയ്ത്തും തമ്മിലുള്ള ചോയ്സിലാണ് നിങ്ങളുടെ ലൈഫ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ മൊമെന്റിലും നിങ്ങളെ സംബന്ധിച്ചോളം ഫെയ്ത്തിനെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിയറിനെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിയറിനെ ഫെയ്ത്തിനെ ഒരുമിച്ച് ചൂസ് ചെയ്യുവാണ്. അപ്പൊ എന്താ സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങളുടെ ബ്രെയിന് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ആന ഒരു സൈഡിൽ ഓണത്തിന് വടം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ സൈഡിൽ കുറെ മല്ലന്മാര് വടം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന അങ്ങോട്ട് വലിച്ചേക്കുന്നു, മല്ലന്മാർ ഇങ്ങോട്ട് വലിച്ചേക്കുന്നു. ആനയ്ക്ക് ഒരുപക്ഷെ മല്ലന്മാരെ കൊണ്ട് പോകാൻ പറ്റിയേക്കും. പക്ഷെ ആന ഈ പറഞ്ഞ രീതിയിൽ വളരെ വളരെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു വളരെ ഒരുപാട് തെറാപ്പിയൊക്കെ എടുത്ത് വളരെ നല്ല പേഷ്യൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ആന ഇവിടെ വിട്ടുകൊടുത്തേക്കുവാണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ആന ഇങ്ങോട്ട് വലിക്കുന്നു, മല്ലന്മാർ ഇങ്ങോട്ട് വലിക്കുന്നു, എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണെങ്കിലും, എത്ര വലിയ സ്റ്റേജിലാണെങ്കിലും, എത്ര ചെറിയ സ്റ്റേജിലാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു ആനയും ഒരു സൈഡ് മല്ലന്മാരും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് ആന. നിങ്ങൾക്ക് അറിയത്തില്ല ഇപ്പം, ഒരു പക്ഷെ നിങ്ങളാണ് ആന. മല്ലന്മാർക്ക് നിങ്ങളെ ചെറിയ രീതിയിൽ വലിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇങ്ങേ സ്ഥലത്തേക്ക് നമ്മുടെ വടംവലി മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരിക്ക് പോയി പൊട്ടു തൊടാനുള്ള അവസരം ഉണ്ടാവും. കാരണം അതാണ് അടുത്ത മത്സരം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ സോ കോൾഡ് ബിലീവ് ചെയ്തിരുന്ന ഈ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന്, കളക്റ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള കാര്യം അതുപോലും കോൺഫ്ലിക്റ്റഡ് ആണ്. ലുക്ക് ബിഫോർ യു ലീപ് എന്ന് പറഞ്ഞിരുന്ന സിറ്റുവേഷനിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹി ഹു ഹെസിറ്റേറ്റ് ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് സമയത്തും നമ്മൾ വീക്കാണെങ്കിൽ, നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ ആണ് നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഫോഴ്സിൽ ആണ് നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ ഫിയറിനെയാണ് നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോവാണ്. ഫെയ്ത്തിനെ ലിസൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ 100% ഫെയ്ത്തിൽ തന്നെ ജീവിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റണമെന്നില്ല. ആ ഫെയ്ത്തിലേക്കുള്ള ജേർണിയുടെ തുടക്കത്തിന് ഞാൻ പറയുന്ന വാക്കാണ് സർട്ടനിറ്റി. ആബ്സല്യൂട്ട് ആയിട്ടുള്ള നിശ്ചിതത്വം, പരിപൂർണമായ നിശ്ചിതത്വം. നിശ്ചലത്വമല്ല, നിശ്ചിതത്വമാണ്. സർട്ടനിറ്റി, ഉറപ്പാണ്. ആ സർട്ടനിറ്റി പയ്യെ മൂത്ത് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തെങ്ങുകൾ വരും. ആദ്യം വരുന്ന തെങ്ങുകളിന് ഈ പറഞ്ഞ രീതിയിൽ നല്ല മധുരമാണ്. അപ്പോൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പാനി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് തെങ്ങുകൾ, അല്ലേ? അപ്പൊ ആ തെങ്ങുകൾ പയ്യെ മൂത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന്, പറഞ്ഞ 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഷാപ്പില് നല്ല 1ാം ക്ലാസ് കള്ളുകൂടിയന്മാർ അത് ഈ പറഞ്ഞ രീതിയിൽ എടുത്ത് വളരെ ശക്തമായിട്ടുള്ള മൂത്ത കള്ളായിട്ട് ഉപയോഗിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ സർട്ടനിറ്റി മൂത്ത് വരുന്നതിനാണ്
ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ഉറപ്പ് മൂത്ത് വരുന്നതിനാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞത്. ഉറപ്പില്ലായ്മ മൂത്ത് വരുന്നതിനാണ് ഫിയർ എന്ന് പറഞ്ഞത്. അൺസർട്ടനിറ്റി മൂത്ത് വരുന്നതിനാണ് ഫിയർ എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഫിയർ നിങ്ങളുടെ ബോഡിയിൽ വരുത്തുന്ന ഫീലിംഗ് അൺസർട്ടനിറ്റി ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്യുക. അതുകൂടാതെ ഫൈനലി നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ വേൾഡിലെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയകൾ എവിടെ നിന്നാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ അത് കൾച്ചറിൽ നിന്നാകാം, ചിലപ്പോൾ അത് റിലീജിയനിൽ നിന്നാകാം, ചിലപ്പോൾ അത് ഒരു കൺട്രിയിലെ ഒരു കളക്റ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചൊരു ബുക്കിൽ നിന്നാകാം. നിങ്ങളെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളെ സ്റ്റക്കായിട്ട് നിർത്തുവാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വടവാണ്, രണ്ട് സൈഡിലേക്കും വലിക്കുന്ന ഒരു വടവാണ്. അപ്പം നിങ്ങളുടെ ജോലി എന്നാ വെച്ചാൽ ഈ കോൺഫ്ലിക്റ്റിൽ നിന്ന് എത്രമാത്രം ഫ്രീ ആകാൻ പറ്റുമോ. മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാരും കോൺഫ്ലിക്റ്റിൽ നിന്ന് ഫ്രീ ആകാറില്ല. അവർ ഫിയറും ഫെയ്ത്തും ഇന്റർട്വെയിൻ ചെയ്താണ് ജീവിക്കുന്നത് മോസ്റ്റ് ആൾക്കാരും. അപ്പം നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കുക എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാനായിട്ട് ഫെയ്ത്തിനെ 51% വോട്ട് കൊടുക്കുക. ഡെമോക്രസി ജയിക്കുന്നതിനാണ്. മോഡിക്ക് 51% കിട്ടിക്കഴിഞ്ഞാൽ മോഡി ജയിക്കുവാണ് അല്ലേ. ഇതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം ഫെയ്ത്തിന് 51%, ഫിയറിന് 49% ആക്കുക, പിന്നെ പയ്യെ 60 ആക്കുക, പിന്നെ 90 ആക്കുക, പിന്നെ ഫെയ്ത്തായി മാറുക. ആ ഫെയ്ത്തായി മാറുന്ന പോയിന്റിലാണ് നിങ്ങൾ ട്രൂ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറായി, ട്രൂ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനായി നിങ്ങളുടെ ബിസിനസ് ആക്സലറേറ്റ് ചെയ്ത് അസെൻഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അപ്പം അതാണ് നിങ്ങളുടെ ബിസിനസിന്റെ യാത്ര, ഫെയ്ത്തിലൂടെ ഉള്ള യാത്ര. സീ നെക്സ്റ്റ് ടൈം.